ഇന്നൊരു ചെറുപയർ കറി ഉണ്ടാക്കാം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഏതാണ്ട് കടലക്കറി പോലെ തന്നെയാണ്. പുട്ടിന് സൂപ്പർ കോമ്പിനേഷനാണ് ഈ കറി. അപ്പോൾ എണ്ണ ചൂടായാൽ കടുകിട്ട് പൊട്ടിക്കണം. പിന്നെ എല്ലാം നോൺ വെജ് കറികളെ പോലെ തന്നെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ വഴറ്റുക. പിന്നെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് വഴറ്റണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ രണ്ട് പൊടികളും കൂടി പോവരുത്, മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും. ഇറച്ചിക്കറികൾക്ക് മല്ലിപ്പൊടി കൂടിയാലും പ്രശ്നമില്ല, പക്ഷെ വെജ് കറികൾക്ക് മല്ലിപ്പൊടി കൂടാനായിട്ട് പാടില്ല. അപ്പോൾ ഇനി മുളക് പൊടിയും ലേശം പെരിഞ്ജീരകപ്പൊടിയും കൂടിയാണ് ഞാൻ ചേർക്കുന്നത്. അത് രണ്ടും പച്ചമണം മാറുന്നത് വരെ ഇളക്കി ലാസ്റ്റ് തക്കാളി കഷ്ണങ്ങൾ കൂടി ചേർത്ത് നന്നായി വേവിക്കണം. ഞാനിതിൽ മസാലപ്പൊടി ചേർത്തിട്ടില്ല, വേണ്ടവർക്ക് ചേർക്കാം. ഞാൻ പറഞ്ഞിട്ടില്ലേ, പാചകം പഠിക്കുന്നത് നമ്മൾ ചെയ്താണ്. അളവുകളും പാകവും കൈപ്പുണ്യവും എല്ലാം വന്നു ചേരുന്നത് റിപ്പീറ്റഡ് എഫേർട്സിലൂടെയാണ്. അപ്പോൾ ഇനി വേവിച്ച് വെച്ചേക്കുന്ന ചെറുപയർ കൂടി ചേർത്ത് നമ്മുടെ ചെറുപയർ മസാലയും ഉപ്പും പുളിയും ഒക്കെ ഒന്ന് പിടിക്കാനായിട്ട് ഒരു 5 മിനിറ്റ് ലേശം വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കാം. ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ല കട്ടി തേങ്ങാപ്പാൽ കൂടി ചേർത്ത് ഇളക്കിയെടുത്താൽ സൂപ്പർ ചെറുപയർ കറി റെഡിയാണ്. ഇനി തേങ്ങയും ചെറുജീരകവും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി അരച്ച് ചേർത്ത് മറ്റൊരു സ്റ്റൈലിലും ചെറുപയർ കറി തയ്യാറാക്കാം കേട്ടോ. അതും പുട്ടിന് നല്ല കോമ്പിനേഷനാണ്. ഇനി ഇത് നല്ല റാഗി പുട്ടിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം. അടിപൊളിയാണ്, ഉണ്ടാക്കി നോക്കണം കേട്ടോ.